നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. നമുക്കിനി വായിക്കാനുള്ളത് 4-ാമത്തെ സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരീ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ഏകാദശോऽധ്യായഃ. മൈത്രേയോ വാച. നിശമ്യ ഗദതാമേവം ഋഷീണാം ധനുഷീം ധ്രുവഃ സംദദേസ്തമുപസ്പൃശ്യാം യന്നാരായണ നിർമ്മിതം സംദീയമാന ഏതസ്മിൻ മായാം ഗുഹ്യക നിർമ്മിതാകാം ക്ഷിപ്രം വിനേഷുർവിദുരാം ക്ലേശാജ്ഞാനോദയേ യഥാം തസ്യാർശാസ്ത്രം ധനുഷീം പ്രയുഞ്ജതഃ സുവർണപുങ്കാം കളഹം സവാസസഃ വിനിസൃതാമാവിവിശുർദ്വിഷദ്ബലം യഥാവനം ഭീമമരാം ശിഖണ്ഡിനഃ തൈസ്ത്രിഗ്മധാരൈ പ്രദനേ ശിലീമുഖൈ രിതസ്ഥപുണ്യജനാമുപദ്രുതാഹാം തമഭ്യധാവൻ കുപിതാമുദായുധാം സുവർണമുന്നദ്ധഃ പണായി വാഹയഃ സദസാൻ പൃഷത്കൈരവിധാവതോ മൃദേഹ നികൃത്ത ബഹൂരി ശിരോധരോധരാൻ നിനാഗലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിത്യ യമൂർധ്വരേധസഃ താൻ ഖന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാ നാനാഗസം ചിത്രരഥേന ഭൂരിശഃ ഔതാനവാദീം കൃപയാം പിതാമഹോം മനുർജഗാദോപഗതഃ സഹർഷിഭിः മനുരുവാച അലം വത്സാതിരോഷേണ സമാദ്വാരേണ പാപ്മനാം യേന പുണ്യജനാനേതാ അവനിധിസ്ത്വമനാഗസഃ നാമസ്കുലോചിതം ദാതാം കർമ്മൈരൽസദ്വികർഷിതം വദോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം നന്വേഗസ്യാപരാധേന പ്രസംഗാത് ബഹവോ കഥാം ഭ്രാതുർവദാഭിദഗ്ധേന ത്വയാംഗഭ്രാതുർവത്സലഃ ന്യായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യഥാത്മാനം പരാഗൃഹ്യാം പശുവദ്ഭൂതവൈശസം സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപദുരാരാധ്യം വിഷ്ണോസ്തൽപരമം പദം തത്വം ഹരേരനുധ്യാത തൽപുംസാമഭിസമ്മതഃ കഥം ദ്വിവിദ്യം കൃതവാനാമനുശിക്ഷ്യൻ സദാം വ്രതഹം തിദീക്ഷയാം കരുണയാം മൈത്ര്യാം ചാഖിലജന്തുഷും സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതീം സംപ്രസന്നേ ഭഗവതീം പുരുഷപ്രാകൃതൈർഗുണൈഃ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമൃച്ഛതീം ഭൂതേ പഞ്ചഭിരാരബ്ധേ രോഷിത് പുരുഷയേവ ഹീം തയോർവ്യവായാസൻബോധിരിഷ്യോഷിത് പുരുഷഃ ഏവം പ്രവർത്തതേ സർഗ സ്ഥിതി സംയമയേവ ജാം ഗുണവ്യതികരാധ്രാജന്മായയാം പരമാത്മനഃ നിമിത്തമാത്രം തത്രാസീൻ നിർഗുണപുരുഷർഷഭാം വ്യക്താവ്യക്തമിദം വിശ്വം യത്ര ഭ്രമതി ലോകവത് സകല്ലിതം ഭഗവാൻ കാലശക്ത്യാം ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ കര്യോത്യകർത്തൈവ നിഹന്ത്യഹന്താം ചേഷ്ടാവിഭൂം ന ഖലു ദുർവിഭാവ്യാം സോനന്ദോ അന്ധകരകാലോ നാദിരാധികൃതവ്യയഃ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം ന വൈ സ്വഭക്ഷ്യോസ്യ വിഭക്ഷയേവ വാം പരസ്യ മൃത്യോർവിശദഃ സമം വ്രജാഹാം തം ധാവമാനാമനുധാവന്ത്യനീശാഖാം യഥാ രജാംസ്യനിലം ഭൂതസംഗാഖാം ആയുഷോം വജയം ജന്തോ സദൈവോപജയം വിഭോം ഉദാഭ്യാം രഹിതസ്വസ്തോം ദുസ്തസ്യ വിദദാദ്യസോ കേചിത് കർമ്മ വദന്ത്യേനം സ്വഭാവമപരേ നൃപകാം ഏകേ കാലം പരേ ദൈവം പുംസകാമമുദാഭരേ അവ്യക്തസ്യ പ്രമേയസ്യാം നാനാശക്തിദയസ്യ ജാം ന വൈ ചികീർഷിതം താത കോ വേദാദസുസംഭവം ന ജൈതേ പുത്രഗഭ്രാതുർ അന്ധാരോധനദാനുകാകാം വിസസർഗാനദയോസ്താദ പുംസോ ദൈവം ഹി കാരണം സ ഏവം വിശ്വം സൃജതീം സ ഏവാം വദിഹന്തിജാം അദാഭിഹനകാരാന്യജതേ ഗുണകർമ്മഭീം ഏഷ ഭൂതാനി ഭൂതാത്മാം ഭൂതേശോ ഭൂതഭാവനഃ സ്വശക്തിയാം മായയാം യുക്ത സൃജത്യത്യേജവാദിജഃ തമേവം മൃത്യുന്മൃതം ദാതദൈവം
സർവാത്മനോപഹേവി ജഗത്പരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഖരന്തി ഗാവോ യദാം വൈനസിതാമയന്ത്രിദാഹാം യപഞ്ചവർഷോ ജനനീം ത്വം വിഹായാം മാതുസ്സപത്ന്യാം വജസാം ഭിന്നമർമാഹ വനം ഗതസ്തപസാം രത്യകർഷ ആരാധ്യലേഭേ മൂർധനി പദം ത്രിലോക്യാഹാം ത്വമേന മംഗാത്മനി മുക്തവിഗ്രഹേ വ്യഭാശ്രിതം നിർഗുണമേകമക്ഷരം ആത്മാനമന്യുച്ച വിമുക്തമാത്മദൃഗ്ഞ അസ്മിന്നിദം ഭേദമസത് പ്രദീയതേ ത്വം പ്രത്യഗാത്മനി തദാംബവം ഭഗവത്യനന്ദാം ആനന്ദമാത്രമുപന്ന സമസ്തശക്തോ ഭക്തിം വിദായ പരമാം ശനൈകേരവിദ്യാം ഗ്രന്ഥിം വിഭേൽസേസി മമാകാമിതി പ്രരൂഢം സംയച്ചരോഷം ഭദ്രം ദേ പ്രദീപം ശ്രേയസാംബരം ഹൃദേന ഭൂയസാം രാജന്നാഗതേന യഥാമയം യേനോപസൃഷ്ടാൽ പുരുഷാൽ ലോക ഉദ്വിജതേ ദൃശം ന ബുധസ്തദ്വശം ഗച്ഛേന്നിന്നത്മയമാത്മനഃ കേളനം ഗിരിശഭ്രാതുർ ധനദസ്യ ത്വയാ കൃതം യജ്ഞഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃജ്ഞാനിത്യമർഷിതഃ തം പ്രസാദായ വത്സാശു സംനത്യാം പ്രശ്രയോക്തിഭി ന യാവന്മഹതാം തേജ കുലം നോ വിഭവിഷ്യതി ഏവം സ്വയംഭുവ പൗത്ര മനുഷ്യാസ്യ മനുർധ്രുവം തേനാഭിവന്ദിത സാഗം ഋഷിഭിः സ്വപുരം യയോ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ഏകാദശോധ്യായഃ. ഓം. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ധ്രുവൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ധ്രുവനെ വിഷമിപ്പിച്ച അവൻ്റെ രണ്ടാനമ്മയ്ക്കും മകനുമൊക്കെ ആ കർമ്മഫലം അവരുടെ കർമ്മഫലം അനുസരിച്ചുള്ള ആ പാപഫലം കിട്ടി. അങ്ങനെ ഒരു യക്ഷനാൽ ധ്രുവൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. അതറിഞ്ഞ് ധ്രുവൻ യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ വലിയ തൻ്റെ ജൈത്രം എന്ന രഥത്തിൽ കയറി. ധ്രുവൻ നല്ല നിപുണനാണ് അസ്ത്രവിദ്യയിൽ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത. അങ്ങനെ പോയി യക്ഷന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ യക്ഷന്മാർക്ക് ഒരുപാട് തോൽവിയാണ് സംഭവിച്ചത്. അങ്ങനെ യക്ഷന്മാരുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് വീണ്ടും ശക്തരായിട്ട് തിരിച്ചു വന്നു. കുറേ പേര് യുദ്ധം ചെയ്ത് ധ്രുവനോട് തോറ്റപ്പോൾ വീണ്ടും അവർ ശക്തമായ പടയുമായിട്ട് വന്നു. അങ്ങനെ ധ്രുവനുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നു. അങ്ങനെ ധ്രുവൻ അസ്ത്രങ്ങൾ ജയിക്കും, അതുപോലെ അതിനെയൊക്കെ അവർ ഖണ്ഡിക്കും. അങ്ങനെ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ധ്രുവനും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെത്തി. അങ്ങനെ അവസ്ഥ എത്തിയപ്പോൾ ധ്രുവൻ എങ്ങനെയുള്ള ആളായിരുന്നു? തപസ്സൊക്കെ ചെയ്ത് ശക്തി നേടിയ ആളായിരുന്നു. അപ്പൊ അവർക്കൊരു ശക്തി കിട്ടുകയാണ്. അപ്പൊ മുനിമാര് സഹായിച്ചു എന്ന് പറയും. മുനിമാര് എന്ത് ചെയ്തു? ധ്രുവനെ സഹായിക്കാൻ വന്നിട്ട് ധ്രുവനോട് പറഞ്ഞു നാരായണാസ്ത്രം പ്രയോഗിക്കാൻ. അതായത് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട്. നാരായണ മന്ത്രം നാരായണ നിർമ്മിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. നാരായണ നിർമ്മിതം സംതീനമേസന്മിന്മായാം ഗുഹ്യ നിർമ്മിത. ഈ നാരായണ എന്നുള്ള മന്ത്രമുണ്ടല്ലോ, ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ മുമ്പൊക്കെ അസ്ത്രവിദ്യകളൊക്കെ ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് അസ്ത്രം വിടുന്നതിന് മുമ്പായിട്ടൊരു മന്ത്രമൊക്കെ ജപിക്കുന്നത്. ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവർ അസ്ത്രം. അതുമാതിരി കളരിയിൽ പഠിക്കുമ്പോഴെങ്ങനെയാ? എല്ലാ തരത്തിലും പൂജകളൊക്കെ ചെയ്ത് രാവിലെ എണീച്ച് ധ്യാനം, പൂജ ഇതൊക്കെ ചെയ്ത് പിന്നെ ആ മെയ്വഴക്കം കിട്ടാനുള്ള യോഗകളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ ഈ യുദ്ധത്തിനുള്ള അഭ്യസിക്കുന്നത്. അപ്പൊ ഈ അസ്ത്രവിദ്യകളൊക്കെ അഭ്യസിക്കുന്നത്. അപ്പൊ ആദ്യം ആ മനസ്സിന്റെ ഒരു കരുത്തും എനർജിയും വരുത്തിയിട്ട് വേണം നമ്മൾ മനസ്സിന് ഒരു ധൈര്യം വന്നാലേ എന്ത് പഠിച്ചാലും നമുക്ക് പഠിക്കാൻ പറ്റും. എന്തൊരു വിദ്യ നമ്മൾ പഠിക്കുകയാണെങ്കിലും അത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ എല്ലാ കാര്യവും അങ്ങനെ തന്നെ. അപ്പോൾ ഭൗതികമായിട്ടുള്ള നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങളായാലും അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടാനാണ് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, വിദ്യാഗോപാല മന്ത്രം ജപിച്ചാൽ നല്ല വിജയം കിട്ടും. അതുപോലെ നാരായണ മന്ത്രം ഒന്നും നമ്മൾക്ക് ചെയ്യാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി സാധനങ്ങൾ കഷ്ടപ്പെട്ട ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജപിച്ചു നോക്കൂ. മന്ത്രം ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറന്നു പോകും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്ന് വിചാരിക്കുകയാണ് രാവിലെ നമ്മൾ അതിനാണ് ഒരു ഭാഗത്ത് ഇരുന്ന് തന്നെ ജപിക്കണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. നമ്മൾ വിചാരിക്കുക പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നാമം ജപിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് ജപിച്ച് നോക്കാതെ മറക്കും. പിന്നെ നമ്മളത് നിർത്തിയിട്ടുണ്ടാവും, നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ആവും. അതിനാണ് ചിലരൊക്കെ ഇല്ലേ ഇങ്ങനെ മാല ജപിക്കും.
ഒരു മാല, രുദ്രാക്ഷമാല കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായി ജപിക്കുക. അപ്പൊ മാല ജപിക്കുന്നത് എന്തിനാണ്? ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ്, ശ്രദ്ധ അവിടേക്ക് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ മറന്നു പോകും. നമ്മൾ 10 മന്ത്രം ജപിച്ചു, പിന്നെ നമ്മൾ നമ്മുടെ പണിയിൽ മുഴുകുമ്പോൾ വേറെ ചിന്തകൾ വരും. അപ്പൊ അങ്ങനെ നാരായണ മന്ത്രം ജപിച്ചു. അപ്പം ഋഷിമാര് വന്നിട്ട് ധ്രുവന് വേണ്ടി നാരായണ മന്ത്രം ജപിച്ചു. അങ്ങനെ ധ്രുവൻ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ ജയിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ആ നാരായണ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നമ്മുടെ കാര്യം നേടാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഒരു 108 പ്രാവശ്യം ഓം നമോ നാരായണ എന്നുള്ള നാമം ജപിച്ചാൽ മതി. എങ്ങനെ നാമം ജപിക്കണം എന്ന് നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. പല പല മന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഞാൻ മാത്രമല്ല പറയുന്നത്, എല്ലാ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഇതൊക്കെ എങ്ങനെയാണ് പല മഹാന്മാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭാഗവതം പഠിപ്പിക്കുന്ന എത്രയോ ആചാര്യന്മാരുണ്ട്. എത്രയോ പേര് ഈ ഭാഗവതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സപ്താഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാവരും പോകുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ എത്ര പേര് ഇത് ഉപയോഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്? നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം, അല്ലേ? ഇപ്പൊ നമ്മള് ഒരു മരുന്ന് തന്നു, അത് നമ്മൾക്കൊരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറെ അടുത്ത് ഒരു മരുന്ന് തന്നു, അത് ചിട്ടയാൻ വണ്ണം നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഫലം കിട്ടുമോ? ഇല്ലേ? മരുന്ന് അവിടെ വെച്ചിട്ട് മറന്നുപോയി കഴിക്കാനെങ്കിൽ എന്താവുക? നമ്മുടെ അസുഖം മാറില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര സപ്താഹങ്ങൾക്ക് പോണു, എത്ര ആത്മീയ വീഡിയോകൾ കാണുന്നു, അതൊന്നും അല്ല കാര്യം. അതിൽ ഒരു അംശമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വെറുതെ ഡോക്ടറെ കണ്ടതുകൊണ്ട് അയാളുടെ വർത്തമാനം കേട്ടതുകൊണ്ടോ ഒരിക്കലും നമ്മുടെ സൂക്കട് മാറില്ല. നമ്മൾ മരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മുടെ സൂക്കട് മാറുള്ളൂ. അതിന് ആയുർവേദ മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സഹിച്ചാലേ നമ്മുടെ അസുഖം മാറുള്ളൂ. പക്ഷെ നമ്മൾ അത് സഹിക്കാൻ തയ്യാറല്ലെങ്കിലോ? പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ ആയുർവേദ മരുന്നോ, അതൊക്കെ കഴിക്കണമെങ്കിൽ എത്ര പ്രശ്നമാണ്, അതിന് പഥ്യമുണ്ട്, കുറേ സമയം അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും എന്ന്. എന്തിനു വേണ്ടിയാണിത്? വല്ലവർക്കും വേണ്ടിയാണോ? നമുക്ക് വേണ്ടിയല്ലേ, നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയല്ലേ നമ്മൾ. അതുപോലെയാണ് ഓരോരുത്തരും അതിനെ കാണുന്നത്. ആർക്കും മെനക്കെടാൻ വയ്യ, എന്നാ ഒട്ട് എല്ലാം വേണം താനും. അതെങ്ങനെയാ പറ്റുക? നമ്മൾ മെനക്കെട്ടാലല്ലേ. ഇപ്പൊ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തെല്ലാം മെനക്കെടുണ്ട് അതിൽ, അല്ലേ? കർഷകരെ കുറിച്ച് ആരെങ്കിലും ഓർക്കാറുണ്ടോ? അത് നട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ കള പറിക്കണം, പിന്നെ അതിനെ കീടങ്ങൾ വന്ന് നശിപ്പിക്കുന്നുണ്ടോ എന്ന് കീടനാശിനികളൊക്കെ ഉണ്ട്. ഇപ്പം മുമ്പൊന്നും കീടനാശിനി പോലും ഇല്ലാതിരുന്ന കാലത്തും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കീടങ്ങൾ ഇല്ലാണ്ടാക്കണം, അതിനെ ശുശ്രൂഷിക്കണ്ടേ? സമയം ഇന്നൊക്കെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പണ്ടൊന്നും കർഷകർ അങ്ങനെയല്ല, അവിടെ തന്നെ ദിവസവും പോയി ആ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ദിവസം നമ്മളൊരു അതിനെ ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അതിനെന്ത് കിട്ടുള്ളൂ? അതിന് വിളവ് കിട്ടുള്ളൂ. അതേപോലെ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഉപയോഗം കിട്ടണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ശ്രമിക്കണം. നമ്മൾ കുറച്ച് കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ ഇവിടെ നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്തായാലും ഈ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമുണ്ടല്ലോ, രാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവ് മുകളിൽ മുട്ടും. അപ്പൊ നാരായണ 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 കുറേ നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നമുക്കൊരു എനർജി വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഇത് സയന്റിസ്റ്റുമാർ കൂടി പ്രൂവ് ചെയ്തതാണ്. അതായത് ഒരു സ്ഥലത്ത് എന്നാൽ പത്രത്തിലോ ന്യൂസിലൊക്കെ വന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് ഒരു സ്ഥലത്ത് കുറേ ഈ മന്ത്രോച്ചാരണം ചെയ്തപ്പോൾ ആ സ്ഥലത്ത് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി മാറിയിട്ട് പോസിറ്റീവ് എനർജി ആയി എന്നുള്ളത്. അത് അളക്കാൻ പറ്റും. എന്തോ ഒരു ഉപകരണം വെച്ചിട്ട് ആ ഒരു വൈബ്രേഷൻ. ഇപ്പൊ പൊങ്കാല ഇടുന്ന അമ്പലത്തിലോ ഒക്കെയാണ് അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഓരോരുത്തർ സയന്റിസ്റ്റ് വന്ന് നോക്കി. ആ പൊങ്കാല ഇടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി അത് കുറേ കാലം നിലനിൽക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നാരായണ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ദിവസവും മുടങ്ങാതെ ഒരു 108 പ്രാവശ്യം ഇത് ജപിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മളൊരു മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു ഫലം. അതുപോലെ നമ്മൾ യജ്ഞങ്ങളൊക്കെ ഇപ്പൊ സപ്താഹ യജ്ഞങ്ങളൊക്കെ വെക്കുന്നത് എന്തിനാണ്? പണ്ടൊക്കെ അങ്ങനെയുള്ള യജ്ഞങ്ങൾ ഒരുപാട് നടന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അറ്റ്മോസ്ഫിയറിൽ ഒരു പോസിറ്റീവ് എനർജി വരാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലും ഒരുപാട് നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 108 പ്രാവശ്യം ഓം നമോ നാരായണ മന്ത്രം നമ്മൾ ജപിക്കുക. അതിലും വലുതായിട്ടൊന്നുമില്ല. അതുപോലെ രാമരാമ ജപിക്കുമ്പോഴും അതുപോലെ തന്നെ.
അപ്പോൾ അത് ജപിച്ചിട്ടാണ് നാമജപത്തിലൂടെ ഉയർന്നു വന്ന എത്രയോ മഹാത്മാക്കളിലെ ഒരു പ്രത്യേകതയായിട്ടുള്ള ആരാണ്. ഇപ്പൊ നമ്മൾ ധ്രുവനെ കുറിച്ച് പഠിച്ചു. നാമം ജപിച്ചുകൊണ്ട് ധ്രുവൻ വലിയ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് ഉയർന്നു വന്നു അല്ലേ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് നാമം കൊണ്ട് മാത്രമേ പറ്റൂ. കലിയുഗത്തില് മന്ത്രജപത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ നേരിടാൻ പറ്റുള്ളൂ. അപ്പൊ ധ്രുവൻ പ്രതിസന്ധികളെ നേരിട്ട പോലെ, അതുപോലെ വാൽമീകി മഹർഷി ആയ പോലെ, അതുപോലെ നമ്മൾക്കും പറ്റുമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. നമ്മൾക്കത് പറ്റും. പക്ഷെ നമ്മളതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ ആദ്യം ശ്രമിക്കണം. പിന്നെ നമ്മൾ സാധാരണ എണീക്കുന്നതിൽ വെച്ച് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കാൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ എണീച്ചോടനെ കുളിക്കുക. അതുപോലെ അതും നമുക്ക് ഹെൽത്തിന് നല്ലതാണെന്ന് അവർ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഒരു ആയുർവേദ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, നമ്മൾ രാവിലെ നേരത്തെ കുളിച്ച ശേഷം പണികളൊക്കെ ചെയ്താൽ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. സാധാരണ എല്ലാവരും വീട്ടമ്മമാരൊക്കെ ചെയ്യുക എന്താ, പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുക. അത് കേടാണ്. ഈ രാവിലെ 9 അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള നീരിറക്ക രോഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ള പല പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 7 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ കുളിച്ചിരിക്കണം എന്നാ പറയുന്നത്. കുളിച്ചിട്ട് പിന്നെ ഇത് എല്ലാ പണികളും ചെയ്താലും കുഴപ്പമില്ല. നമ്മൾക്ക് വൈകുന്നേരം വേണമെങ്കിൽ ഒന്ന് കഴുകിയാൽ മതി. അപ്പൊ ആ കുളിയും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ജപം, മന്ത്രജപങ്ങള് നമ്മൾ പറ്റുകയാണെങ്കിൽ അമ്പലങ്ങളുടെ അടുത്ത് പോയി, അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ പോയി തൊഴുകുന്നതും നല്ലതാണ്. കാരണം നമ്മൾ ഈ ആയുർവേദത്തിൽ ഡോക്ടർമാർ തന്നെ പറയുന്നതാണ്, അലോപ്പതി ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യമാണ്, സൂര്യപ്രകാശം കിട്ടും. നമ്മൾ നടന്ന് കുറേ ദൂരം പോയി ആ രാവിലെ നേരം 7 മണിക്ക് 8 മണിക്കൊക്കെ മുമ്പുള്ള വെയിൽ നമ്മൾ കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻസ് ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇപ്പൊ വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 ഇതൊന്നും ആർക്കും കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതിനൊക്കെ ഉപാധിയാണ്. നമ്മൾ പറ്റുമെങ്കിൽ അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വരാം. അതല്ലെങ്കിൽ ഒന്ന് വെറുതെ മുറ്റത്തിറങ്ങിയെങ്കിലും നിൽക്കുക, കുറച്ച് നാമം ജപിക്കുക, സൂര്യനെ നോക്കിയിട്ട് നാമം ജപിക്കുക. അപ്പൊ എന്താണ്, സൂര്യമന്ത്രം നമ്മൾ ദിവസവും ജപിക്കുക. രാവിലെ പുറത്തിറങ്ങി നിന്ന് സൂര്യമന്ത്രം ജപിക്കുക. ഒരു 108 പ്രാവശ്യം ജപിക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടത്ര എന്ത് കിട്ടിയിട്ടുണ്ടാവും, സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അന്നേക്ക് വേണ്ട എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാരായണ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ധ്രുവന് വിജയിക്കാൻ പറ്റുകയാണ്. ധ്രുവൻ യുദ്ധത്തിൽ വിജയിക്കാൻ. അപ്പൊ ധ്രുവൻ എന്തായി എന്നാ പറയണത്, തോൽക്കാറായി. അപ്പൊ യക്ഷന്മാരോട് യുദ്ധം ചെയ്ത് തോൽക്കാറായി. അങ്ങനെ തോൽക്കാറായി നിൽക്കുമ്പോഴാണ് മുനിമാര് നാരായണ മന്ത്രം പറഞ്ഞു കൊടുക്കുകയും ആ നാരായണ മന്ത്രം ജപിക്കുന്നതിലൂടെ ധ്രുവൻ യുദ്ധം ജയിക്കുകയാണ്. അങ്ങനെ യുദ്ധം ജയിക്കാൻ വേണ്ടി ഈ പിന്നീട് ധ്രുവൻ പ്രയോഗിക്കുന്ന നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ധ്രുവൻ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളെല്ലാം തന്നെ അപ്പൊ അവര് യക്ഷന്മാര് വിചാരിച്ചു ധ്രുവനെ കാണാതായി. അപ്പൊ ധ്രുവൻ ഇനി വരില്ല, തോറ്റുപോയി എന്ന് യക്ഷന്മാര് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ എന്താണ്, ഒരു മഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നത് പോലെ ധ്രുവൻ അതാ പൊങ്ങി വന്നു. ധ്രുവൻ വന്നുകൊണ്ട് ശരവർഷം, പിന്നെ ഇഷ്ടം പോലെ ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ആ ഒരു ഇത്രയും യക്ഷന്മാരെ ധ്രുവൻ മാത്രമായിട്ട് എന്ത് ചെയ്യാണ്, കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെ യക്ഷന്മാരെല്ലാം മരിച്ച് പിന്നെ ഒടുവ് ആ യക്ഷന്മാരെ ഇങ്ങനെ ഒരുപാട് കൊന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തിൽ ധ്രുവൻ ജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് വിചാരിക്കുകയാണ്. ആര് വിചാരിക്കുകയാണ്, സ്വയംഭൂ മനു. ഈ ധ്രുവന്റെ മുത്തശ്ശനായ സ്വയംഭൂ മനു അവിടെ വന്നിട്ട് പറയണം, മതി ധ്രുവ, ഇനി നീ യുദ്ധം ചെയ്യണ്ട. കാരണം ഇനിയും നീ ധ്രുവൻ ജയിച്ചു നിൽക്കുകയാണ്, അവരെ കൊല്ലുകയാണ്. ഇനിയും നീ യക്ഷന്മാരെ കൊല്ലരുത്, കൊന്നാൽ അവരുടെ വംശം മുടിഞ്ഞു പോകും. അതിന്റെ പാപം നമ്മുടെ കുടുംബത്തിൽ വരും. അതുകൊണ്ട് നീ സൗമ്യതയിൽ പിരിയണം എന്ന് പറയണം. അടുത്തതില് അങ്ങനെ അതാണ് പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ പിന്നീട് ധ്രുവൻ മുത്തശ്ശന്റെ വാക്കുകൾ കേട്ടിട്ട് ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണ്. കാരണം പിന്നെ മുത്തശ്ശൻ കുറച്ച് ധർമ്മോപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ധ്രുവൻ ചോദിക്കും, എൻ്റെ സഹോദരനെ കൊന്നതുകൊണ്ടല്ലേ ഞാൻ യുദ്ധത്തിന് പോയത്. അപ്പൊ നിന്റെ സഹോദരൻ അവൻ ചെയ്ത പാപത്തിന്റെ കർമ്മഫലം കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ വന്നത്. അതുകൊണ്ട് നിന്റെ സഹോദരനെ കൊന്നത് ഒരു യക്ഷനല്ലേ, അതുകൊണ്ട് എല്ലാ യക്ഷന്മാരെയും കൂടി നീ കൊല്ലാൻ പോകരുത്. അങ്ങനെ കുറെ ധർമ്മോപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ധ്രുവനെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിപ്പിക്കുന്നതാണ് പിന്നത്തെ അധ്യായങ്ങളിലൊക്കെ വരും. അപ്പോൾ ആ മന്ത്രം നന്നായിട്ട് ജപിച്ചുകൊണ്ട് എല്ലാവരും മന്ത്രം ജപിച്ചുകൊണ്ട് അവരവരുടെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അധ്യായം.